ഹായ് ഫ്രണ്ട്സ്, ഇനിയും വന്നിരിക്കുന്നത് പുതിയൊരു കോളർ പാറ്റേൺ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോളറാണ്. സീലിക് കോളർ എന്നാണ് അതിന് പറയുന്നത്. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു യു ഷേപ്പ്, ഫ്രണ്ടിൽ ഒരു വി ഷേപ്പിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബോഡീസ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡറും നെക്ക് വിഡ്ത്തും ആം ഹോളൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. 5.5 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വീതി എടുക്കുന്നത്. 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി. ഇനി ഇവിടുത്തെ കൈക്കുഴീൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ അതുപോലൊരു യു ഷേപ്പിൽ കൊടുക്കുകയാണ്. ഇത് ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ യു ഷേപ്പ് കൊടുക്കുന്നത്. ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ കൊടുക്കാം. നമുക്കിതെല്ലാം കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ ലൈനിങ് പീസായിട്ടാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ലൈനിങ് പീസ് അടിയിലായിട്ട് വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് പൈപ്പിംഗ് നമുക്ക് കൊടുക്കാം. ബാക്ക് സൈഡിൽ ഞാൻ പൈപ്പിംഗ് കൊടുക്കണില്ല. ഇനി നമ്മൾ നെക്കിൽ വയ്ക്കാനുള്ള വൈറ്റ് ഭാഗമാണ്. അത് ഇതിന് രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട്. നീളെടുക്കുന്നത് 13.5 ഇഞ്ചും വീതി എടുക്കുന്നത് 12 ഇഞ്ചും ആണ്. അപ്പോൾ ഇതുപോലെ ഒരു പീസ് വൈറ്റ് പീസ് എടുക്കുക. എന്നിട്ട് ഇതിനെ രണ്ടാക്കി മടക്കുക. അതിനുശേഷം ഞാൻ ഒരു മടക്ക് നീളത്തിൽ തന്നെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 4 ലെയർ കിട്ടും. ഇനി ഇവിടെയാണ് ആ മാർക്കിങ് നമ്മൾ ചെയ്യണത്. ഇനി ഇവിടുന്ന് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് 5 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിന് ആ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതുപോലെ തുണീനെ മടക്കാം. ഓക്കെ, ഈ മടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നെക്കിൻ്റെ വീതി നമ്മൾ അടയാളപ്പെടുത്തിയത് 2.25 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യാം. ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കം അത് ഞാൻ 1.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കവും വീതിയുമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആ യു ഷേപ്പ് കൊടുക്കാം. ഇനി ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ തുണീനെ ഇതുപോലെ തന്നെ വീതിയിലും നീളത്തിലും തുണീനെ മടക്കണം കേട്ടോ. ഇപ്പോൾ നീളം കൂടിയ ഭാഗം ഉണ്ടല്ലോ, അത് ഫ്രണ്ട് ഭാഗവും ഈ ഇപ്പോൾ കട്ട് ചെയ്ത ഭാഗം ബാക്ക് പീസ്. അങ്ങനെയാണ് ഈ ഒരു കട്ടിങ് വരുന്നത്. ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കറക്റ്റായിട്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ നിവർത്തി വയ്ക്കാം. ഇനി ഇവിടെ ഈ മടങ്ങിയ ഭാഗമുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ ഭാഗത്ത് ഞാൻ ഇതുപോലൊരു കർവ് ഷേപ്പ് കൊടുക്കുകയാണ്. നമുക്ക് സ്ക്വയർ വേണ്ടവർക്ക് ഇതുപോലെ തന്നെ ഇട്ടാൽ മതി. അവിടെ ഒരു ഷേപ്പ് വേണവർക്ക് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. ഇനി ഈ തുണീനെ നമുക്കിതുപോലെ നിവർത്തിയിടാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ മടക്കിയ ഭാഗം, അതൊന്ന് മാർക്ക് ചെയ്യാം. ഇനി അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് 8 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ വി ഷേപ്പിൽ കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം. ഈ സൈഡ് ബാക്കും ഈ ഒരു ഭാഗം ഫ്രണ്ടും. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഇതുപോലൊരു ഷേപ്പ് ഞാൻ കൊടുക്കുകയാണ്. അത് ഇതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുക. അതിൻ്റെ അറ്റത്തുനിന്ന് ഈ ഭാഗം നമ്മുടെ ഷോൾഡറാണ് കേട്ടോ. അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ച് ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അറ്റത്ത് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്യണത് ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിലായിരിക്കും ഒരു 2 പീസ് ഇതുപോലെ ഫ്രണ്ടിലേക്ക് വരണത്. ഓക്കെ, അപ്പം നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഈ 2 പീസ് വെച്ച് കൊട്ടും. ഈ ഭാഗം ഇതുപോലെ ആണ് നമുക്ക് കിട്ടണത്. മിഡിൽ പോർഷൻ ഇതുപോലെ നമ്മൾ ആ ഷോൾഡർ മാർക്ക് ചെയ്തത് ഇതുപോലെ മടങ്ങി വരും. ഇതുപോലെയാണ് ഫ്രണ്ട് ഭാഗം, ഇതുപോലെ നീളത്തിൽ വരും. മറ്റേത് ബാക്ക് സൈഡാണ്. നമുക്ക് 2 പീസ് ഉണ്ട്. അപ്പം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം.
ഈ ഒരു ഭാഗം ഇവിടെ മാത്രം കുറച്ച് ഗ്യാപ്പ് വിടാം, നമുക്കത് നല്ല വശത്തേക്ക് മറിച്ചിടണം. അതുകൊണ്ട് ഇതുപോലെ ചുറ്റി നമ്മൾ ആ മാർക്ക് ചെയ്ത വശത്തെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയും അതുപോലെ തന്നെ 2 പീസ് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഗ്യാപ്പ് ഇട്ടേക്കാണ്. ഇനി ഇതിനെ നമുക്ക് നല്ല വശത്തേക്ക് ഇടാം. ഓരോ കോളറിൻ്റെ അറ്റത്തും ഞാൻ ഇതുപോലെ ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രോക്കിൽ എങ്ങനെയാണ് നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഭാഗം ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് പൈപ്പിംഗ് കൊടുത്തേക്കുന്നത്, ബാക്ക് വശം പൈപ്പിംഗ് കൊടുത്തിട്ടില്ല. അത് നമുക്ക് ഇതായിട്ട് അറ്റാച്ച് ചെയ്ത ശേഷം നമുക്ക് പൈപ്പിംഗ് കൊടുക്കാം. അപ്പോൾ ബാക്ക് വശത്ത് ഇതുപോലെ ഈ വൈറ്റ് പീസ് ഇതുപോലെ തന്നെ കൊടുക്കാം. അപ്പോൾ ആ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ, വൈറ്റ് പീസ്. മറ്റേ ഭാഗം നമ്മൾ മുന്നേ തയ്ച്ചിട്ടാണ് മറിച്ചിട്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. ഷോൾഡറിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കാം. നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെയായിട്ട് നമ്മൾ അധികം സ്റ്റിച്ച് ചെയ്യണില്ല, കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ട് ഭാഗത്ത് ഞാൻ പൈപ്പിങ് മുന്നേ കൊടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് പീസ് എടുത്തിട്ട് ആ ബാക്ക് പീസിൽ പൈപ്പിങ് കൊടുക്കാം. പകുതി വരെ നമുക്ക് കൊടുത്ത് നിർത്താം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കാം. അപ്പം ഇത് ബാക്ക് സൈഡാണ്. പിന്നെ അവിടെ ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പൈപ്പിങ്ങിന് വേണ്ടി ഈ വൈറ്റ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ നമുക്ക് മറിച്ചിട്ടിട്ട് തയ്ച്ചു കൊടുക്കാം. ഇവിടെ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, പകുതി വരെ. ഓക്കെ, ഇനി നമുക്ക് ഈ തുണീനെ ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് റോങ് സൈഡിലേക്ക് ഇതുപോലെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബാക്ക് സൈഡിൽ പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് ഷോൾഡർ ഇതുപോലെ മടക്കി ഫ്രണ്ട് ഭാഗം പോലെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് സൈഡ് ഇതുപോലെ ഒരു യു ഷേപ്പിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിലും കൊടുക്കാം. ഇതൊക്കെ ഞാൻ മുന്നേ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വൈറ്റ് പീസിൻ്റെ അവിടെ കുറച്ച് എംബ്രോയിഡറി ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഒരു സീലക്കോള് ഫ്രോക്ക് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഈ ഫ്രോക്ക് ഫുൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.